ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ തൊഴിലാളികൾ. മെയ് 6 കോർപ്പറേഷൻ ഓഫീസ് ഉപരോധം. തെരുവ് നായ നിയന്ത്രണത്തിനായി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രാവർത്തികമാക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. കോർപ്പറേഷൻ അറിവ് ഗ്രന്ഥപുരയ്ക്ക് ദർശനം ലൈബ്രറി പുസ്തകങ്ങൾ കൈമാറി. നാലാമത് RK പട്ടശ്ശേരി പുരസ്കാരം ചിത്രകാരൻ ശ്രീകുമാർ മാവൂരിന്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പാളയം മാർക്കറ്റ് നവീകരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും സൗകര്യക്കുറവുകളുള്ള കല്ലുത്താൻ കടവിലേക്ക് മാർക്കറ്റ് മാറ്റുന്നത് തൊഴിലാളികളോടും പൊതുജനങ്ങളോടുമുള്ള ക്രൂരതയെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് വെജിറ്റബിൾ മാർക്കറ്റ് കോർഡിനേഷൻ കമ്മിറ്റി. ഈ നീക്കത്തെ എതിർക്കുമെന്നും ശക്തമായ സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പച്ചക്കറി മാർക്കറ്റ് അനുബന്ധ മേഖലയും ഇവിടെ തന്നെ നിലനിർത്തണം. ആധുനിക രീതിയിൽ നവീകരിച്ച് സൗഹൃദപ്രദമായ രീതിയിൽ കച്ചവടം ചെയ്യാനും തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനും ഫുട്പാത്ത് കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനടക്കമുള്ള ഒരു സംവിധാനം കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയുന്നത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ പാളയം മാർക്കറ്റിൽ 144 കടമുറികളിലും പ്രൈവറ്റായി 35 മുറികളിലുമാണ് കച്ചവടം നടത്തിവരുന്നത്. കച്ചവടക്കാർക്ക് പുറമെ ഏതാണ്ട് 500ഓളം സ്ഥിരം തൊഴിലാളികളും അതിലേറെ തെരുവ് കച്ചവടക്കാരും ഉപജീവന മാർഗം കണ്ടെത്തുന്നത് പാളയം മാർക്കറ്റിൽ നിന്നുമാണ്. പാളയം മാർക്കറ്റിന് സമീപത്തായി വേറെയും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. എല്ലാം കൂടി ഏതാണ്ട് 5000ഓളം വരുന്ന ആളുകളുടെ കുടുംബം പുലരുന്നത് ഈ മേഖലയിൽ നിന്നുമാണ്. എന്നാൽ നിലവിലുള്ള മാർക്കറ്റ് വിപുലീകരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കെ ഈ പൈതൃക സ്വത്തിനെ ഇല്ലായ്മ ചെയ്ത് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനാണ് അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇത് അനുവദിക്കില്ലെന്നും ഡിസ്ട്രിക്ട് വെജിറ്റബിൾ മാർക്കറ്റ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെയ് 6 എല്ലാ കച്ചവടക്കാരും ഉച്ചവരെ പണിമുടക്കിക്കൊണ്ട് കോർപ്പറേഷൻ ഓഫീസ് ഉപരോധം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കോഴിക്കോട് ഡിസ്ട്രിക്ട് വെജിറ്റബിൾ മാർക്കറ്റ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ്, ജനറൽ കൺവീനർ AT അബു, ട്രഷറർ M മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരുവ് നായ നിയന്ത്രണത്തിനായി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രാവർത്തികമാക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. പ്രതിരോധ ചികിത്സ ഓഡിറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായും വർക്കിംഗ് ചെയർമാൻ C ചാക്കുണ്ണി പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളിൽ തെരുവ് നായശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ചിത്രങ്ങൾ സഹിതം അന്നത്തെ കേരള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചിരുന്നു. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും മന്ത്രിസഭാ അംഗങ്ങൾക്കും വകുപ്പ് മേധാവികൾക്കും DGP, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ എന്നിവർക്കും നായ്ക്കളുടെ അക്രമം ഏറ്റവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാനും ഭക്ഷ്യാവശിഷ്ടങ്ങൾ വഴിവക്കിലും റെയിൽവേ ട്രാക്കിലും നിക്ഷേപിക്കുന്നത് ഒഴിവാക്കാനും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാത്തതാണ് 1 മാസത്തിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടും 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദാരുണ അന്ത്യത്തിനിടയാക്കിയതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ C ചാക്കുണ്ണി പറഞ്ഞു. തീവണ്ടി യാത്രക്കാർക്ക് മാത്രമല്ല, വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും
വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബന്ധപ്പെട്ടവരെ സമീപിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിവേദനം ലഭിച്ച ഉടനെ തന്നെ കർശനമായ നിർദ്ദേശം നൽകി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും വകുപ്പ് ഉദ്യോഗസ്ഥരും കീഴ്ഘടകങ്ങൾക്ക് നൽകിയെങ്കിലും ഫലപ്രദമായ നടപടിയെടുക്കാത്തതാണ് ഒരു മാസത്തിനുള്ളിൽ ചികിത്സ ലഭിച്ച 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദാരുണ അന്ത്യത്തിനിടയാക്കിയത്. റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന തെരുവു നായ്ക്കൾ പെരുകുന്നത് അടിയന്തരമായി നിയന്ത്രിക്കാൻ അനിമൽ ബർത്ത് കൺട്രോൾ ഉൾപ്പെടെയുള്ള സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നും പേപ്പട്ടി വിഷബാധ ചികിത്സ എന്നിവ കാര്യക്ഷമമാക്കുന്നതിന് ആശുപത്രിയിലെ പ്രതിരോധ ചികിത്സ ഓഡിറ്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സി ചാക്കുണ്ണി, കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ കേരള റീജിയൻ കൺവീനർ എ ശിവശങ്കരൻ എന്നിവർ നിവേദനം സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ അറിവ് ഗ്രന്ഥപുരയ്ക്ക് ദർശനം ലൈബ്രറി പുസ്തകങ്ങൾ കൈമാറി. സാഹിത്യ നഗരം പദ്ധതിയിൽ നിന്നും ലഭിച്ച ഉപകരണങ്ങൾ ദർശനം ഗ്രന്ഥശാലയ്ക്ക് കോർപ്പറേഷനും കൈമാറി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ ഭാഗമായാണ് യുനെസ്കോ സാഹിത്യ നഗരമായ കോഴിക്കോട്ടെ കോർപ്പറേഷന്റെ അറിവ് ഗ്രന്ഥപുരയിലേക്ക് ദർശനം ഗ്രന്ഥശാല പുസ്തകങ്ങൾ നൽകാൻ തീരുമാനിച്ചത്. കവി P.K. ഗോപിയിൽ നിന്നും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ദർശനം ഗ്രന്ഥശാല മാത്രമല്ല, വ്യത്യസ്തമായ നിരവധി പരിപാടികൾ നടത്തുന്ന സാംസ്കാരിക ഇടം കൂടിയാണെന്ന് മേയർ പറഞ്ഞു. ദർശന വായനശാല മാത്രമല്ല അവിടെ, അത് വലിയ ഒരു സാമൂഹ്യ ഇടമാണ്. അവിടെ നടക്കുന്ന പ്രവൃത്തികൾക്ക് പരിധികളില്ല. അത്ര വലിയൊരു കൂട്ടായ്മയും ആ പ്രദേശത്തിൻ്റെ വെളിച്ചവുമാണ് ദർശന. 3-4 വട്ടം ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കിട്ടിയ പുസ്തകങ്ങൾ അവർ നമുക്ക് നൽകുകയാണ്. 10,000 രൂപയിലേറെ മുഖവിലയുള്ള, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായ പുസ്തകങ്ങളാണ്, അവാർഡുകൾ കിട്ടിയ പുസ്തകങ്ങളാണ്, നല്ല എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഈ പൊതുജനങ്ങൾക്ക് ഇഷ്ടം പോലെ വന്ന് വായിക്കാനും വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് തിരിച്ചു വയ്ക്കാനും, അഥവാ 1-2 വീട്ടിൽ കൊണ്ടുപോയാലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ വളരെ വിശാലമായ അർത്ഥത്തോടു കൂടിയിട്ട് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് IIM ഒരുക്കി തന്ന ഈ ഒരു ലൈബ്രറി ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് കിട്ടുന്ന ഇത്രയേറെ പുസ്തകങ്ങൾ വളരെ വിലപിടിച്ചതായിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ മൊത്തം കാണുന്നത്. കോർപ്പറേഷൻ ഓഫീസ് അറിവ് കോർണറിൽ നടന്ന ചടങ്ങിൽ 10,075 രൂപ വിലയുള്ള 65 പുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ നൽകിയത്. ദർശനം ഗ്രന്ഥശാലയ്ക്ക് സാഹിത്യ നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,10,660 രൂപയുടെ ഉപകരണങ്ങളുടെ താക്കോലുകൾ മേയറിൽ നിന്നും കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം K. നജ്മ ഏറ്റുവാങ്ങി. സാഹിത്യ നഗരം ചുമതല വഹിക്കുന്ന AK സരിത പുസ്തക ലിസ്റ്റ് ദർശനം രക്ഷാധികാരി MA ജോൺസണിൽ നിന്നും സ്വീകരിച്ചു. സതീശൻ കൊല്ലറയ്ക്കൽ, മിനി ജോസഫ്, P. ജസീലുദ്ദീൻ, പ്രസന്ന നമ്പ്യാർ, MN രാജേശ്വരി, KP മോഹൻദാസ്, K. സുരേഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുടുംബ ഭദ്രതയും സനാതന ധർമ്മത്തിന്റെ പ്രസക്തിയും എന്ന വിഷയത്തിൽ വളയനാട് ദേവസ്വം പ്രഭാഷണം സംഘടിപ്പിച്ചു. ആധ്യാത്മികാചാര്യൻ രാജേഷ് നാദാപുരമാണ് പ്രഭാഷകൻ. ചടങ്ങിന് KC രവീന്ദ്രവർമ്മ ഭദ്രദീപം തെളിയിച്ചു. ശ്രീ വളയനാട് ദേവസ്വത്തിന്റെയും ശ്രീ വളയനാട് ഭക്തജന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആധ്യാത്മികാചാര്യൻ രാജേഷ് നാദാപുരം കുടുംബ ഭദ്രതയും സനാതന ധർമ്മത്തിന്റെ പ്രസക്തിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. വളയനാട് ദേവീക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനം സാമൂതിരി രാജാവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് KC രവീന്ദ്രവർമ്മ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സാമൂതിരി രാജാക്കന്മാർ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തിയപ്പോൾ കൊച്ചി രാജാവ്, തിരുവിതാംകൂർ മഹാരാജാവ്, തിരുവിതാംകൂർ അനന്തപത്മനാഭന്റെ ദാസൻ എന്നാണ് അറിയുന്നത്. അനന്തപത്മനാഭന്റെ ദാസന്മാരായി രാജ്യം ഭരിച്ച് പത്മനാഭന്റെ കാൽക്കീഴിൽ സമർപ്പിച്ച കാണിക്ക സ്വർണം എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എടുക്കാൻ ഇപ്പോൾ പറ്റില്ല. അതിന് ചില നിബന്ധനകളാണ് രാജാക്കന്മാരെ വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഇത് എടുക്കേണ്ടത്, എപ്പോൾ ഇത് എടുക്കരുത്, വിത്തിന് വെച്ച്
വിമർശനം വീണ്ടും തെളിവാക്കുകയും അപ്പൊ അതുകൊണ്ട് വിത്തിൽ വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചോദ്യന്മാർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ശ്രീ വളയനാട് ഭക്തജന സമിതി ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഉസ്താദ് CMM ഗുരുക്കളുടെ 21ാം അനുസ്മരണ ദിനാചരണവും അവാർഡ് ദാനവും അനുബന്ധ പരിപാടികളും മെയ് 6-ന് ചെലവൂർ ഷാഫി ദവാഖാന അങ്കണത്തിൽ നടക്കും. KM സച്ചിൻ ദേവ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ബിഷപ്പ് പ്രതിഭ അവാർഡ് ഇപ്രാവശ്യം അർഹനായിരിക്കുന്നത് ഡോക്ടർ C. രഘുനാഥ് നായർ. പിന്നെ ആയോധന പ്രതിഭ അവാർഡുണ്ട്, അത് ഇപ്രാവശ്യം നേടിക്കുന്ന CVM കളരി സംഘത്തിലെ K. സുനിൽകുമാർ. പിന്നെ വിദ്യാപ്രതിഭ അവാർഡുണ്ട്, അത് നമ്മളൊരു പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതിന്റെ ടോപ്പിക് ആയുർവേദ ഫോർ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്. ആ ടോപ്പിക്കിൽ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് ഡോക്ടർ മേരി ഗ്രേസ് PS. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ ശിവപ്രസാദൻ. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ ഓഫീസറായി വർക്ക് ചെയ്തിട്ടുണ്ട്. വിദ്യാപ്രതിഭ ജൂനിയർ അവാർഡ്. അതിന്റെ ടോപ്പിക് ആയുർവേദ ഫോർ ഡി അഡിക്ഷൻ ഓർ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സ്. ആ സബ്ജക്റ്റിലെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ സൗമ്യ S. രണ്ടാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ഡോക്ടർ പാർത്താലക്ഷ്മി സ്വരാട്യ, അവർ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടുപേർക്കാണ് കളരി വിദ്യാർത്ഥി പ്രതിഭ അവാർഡ്. ഒന്ന് ശ്രീ നിഖിൽ KK, കുമാരി ഗായത്രി KP. ഉസ്താദ് CMM ഗുരുക്കളുടെ 21ാമത് അനുസ്മരണ ദിനത്തിൽ ബിഷക് പ്രതിഭ അവാർഡ്, ആയോധന പ്രതിഭ അവാർഡ്, വിദ്യാപ്രതിഭ അവാർഡ്, മികവുറ്റ പ്രബന്ധത്തിനുള്ള സീനിയർ ജൂനിയർ വിഭാഗം അവാർഡുകൾ, ഷാഫി ദവാഖാന സ്റ്റാഫിനുള്ള അവാർഡ്, കളരി വിദ്യാർത്ഥി പ്രതിഭ അവാർഡ് എന്നിവയാണ് നൽകുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും KM സച്ചിൻ ദേവ് MLA നിർവഹിക്കും. ഉസ്താദ് CMM ഗുരുക്കൾ അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ മുഹമ്മദ് ഫസൽ, ഔഷധ സസ്യോദ്യാന സമർപ്പണം ജിഹാദ് ഹുസൈൻ എന്നിവർ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഷാഫി ദവാഖാന ചെയർമാൻ ഡോക്ടർ സഹീർ അലി, ജഡ്ജിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മനോജ് കാളൂർ, ഷാഫി ദവാഖാന ജനറൽ മാനേജർ A. മൂസ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ ഓഫ് കോഴിക്കോട് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും ലഹരി വിരുദ്ധ ചിത്രരചന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനവും സമ്മാനദാനവും സാഹിത്യകാരൻ UK കുമാരൻ നിർവഹിച്ചു. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ ജനറൽ ബോഡി യോഗം പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ചിത്രരചനാ മത്സരത്തിൽ വിജയിച്ചവർക്ക് അദ്ദേഹം മെമന്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. നവതി ആഘോഷിച്ച സ്ഥാപക പ്രസിഡന്റ് A. രാജനെ അദ്ദേഹം പൊന്നാടയണിയിച്ച് ആദരിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും തന്നെ ലഹരിക്കെതിരെയുള്ള വ്യാപകമായ പ്രതിരോധം ഉയർത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കാരണം നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചും ഇവിടെ കലാകാരന്മാരുടെ ജീവിതത്തിൽ തന്നെ ലഹരി വളരെ ആവശ്യമാണ് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള ചില നിലപാടുകളും കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. പ്രസിഡന്റ് KP ജനാർദ്ദനൻ അധ്യക്ഷനായിരുന്നു. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി MK ബീരാൻ, K. സത്യനാഥൻ, സജിത്ത് കണ്ണോത്ത് എന്നിവരും സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 4ാമത് RK പൊറ്റശ്ശേരി പുരസ്കാരം ചിത്രകാരൻ ശ്രീകുമാർ മാവൂരിന്. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം മെയ് 11 ഗുരുകുലം ആർട്ട് ഗ്യാലറിയിൽ മന്ത്രി AK ശശീന്ദ്രൻ സമ്മാനിക്കും. ചിത്രകലയെ സമൂഹവുമായിട്ടും അതുപോലെ ചിത്രകാരന്മാരെ സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഘാടകനായിട്ടും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീകുമാർ മാവൂരിനാണ് ഈ വർഷത്തെ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത്. തുടർച്ചയായി വരയ്ക്കുകയും താൻ ജീവിക്കുന്ന സാമൂഹ്യ പരിതസ്ഥിതികളെ ചിത്രകലയുമായി എങ്ങനെ സംയോജിപ്പിക്കാമെന്ന നിരന്തര പരീക്ഷണങ്ങൾ, അന്യമായ സമൂഹത്തിന് കലയുടെ വിവിധ വശങ്ങളിൽ അവബോധമുണ്ടാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് ചിത്രകാരൻ ശ്രീകുമാർ മാവൂരിനെ RK പൊറ്റശ്ശേരി പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തതെന്ന് സംഘാടകർ പറഞ്ഞു. സുരേഷ് കൂത്തുപറമ്പ്, കലാപീഠം ബിനുരാജ്, രമേശ് മാണിക്കൻ എന്നിവർ അടങ്ങുന്ന സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. പുരസ്കാരം മന്ത്രി AK ശശീന്ദ്രൻ മെയ് 11 ഗുരുകുലം ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ഗുരുകുലം ബാബു, രമേശ് മാണിക്കൻ എന്നിവർ പങ്കെടുത്തു. 11-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സാറാണ് അവാർഡ് നൽകുന്നത്. അന്ന് കൂടാതെ ചിത്ര പ്രദർശനവും ഈ വ്യക്തിയുടെയും അതുപോലെ തന്നെ അദ്ദേഹം സംഘടിപ്പിക്കുന്ന ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനവും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എന്റെ കാരാട് വാട്സപ്പ് കൂട്ടായ്മ ചികിത്സാ സഹായ നിധി കൈമാറി. കണ്ണാമ്പുറത്ത് അനൂപിന്റെ ചികിത്സയ്ക്കായാണ് കൂട്ടായ്മ 2,865 രൂപ സമാഹരിച്ച് കൈമാറിയത്. പാട്ടുവണ്ടി എന്ന ആശയത്തിലൂടെയും എന്റെ കാരാട് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുള്ള സംഭാവനകളിലൂടെയും സമാഹരിച്ച നമ്മുടെ സമൂഹത്തിലെ ദയയുടെയും ഐക്യദാർഢ്യത്തിന്റെയും കൂട്ടായ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന 2,865 രൂപ എന്റെ കാരാട് കൂട്ടായ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അനൂപിന്റെ ചികിത്സാ സഹായത്തിലേക്ക് കൈമാറി. ഈ മഹത്തായ ലക്ഷ്യത്തിനായി ചെറുതും വലുതുമായ തുകകൾ സംഭാവന ചെയ്ത എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി അറിയിച്ചു. ഉദാരത നമ്മുടെ സമൂഹത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുകയും ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് അനൂപിനും കുടുംബത്തിനും പ്രതീക്ഷയും ആശ്വാസവും നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും. നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ്. മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് സ്വന്തമാക്കൂ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ വർണ്ണക്കൂടാരം പരിപാടിയുടെ ഭാഗമായി ബേപ്പൂരിൽ വായനാ കളരി ക്യാമ്പിന് തുടക്കമായി. ക്ലാസുകളും പഠന പ്രവർത്തനങ്ങളുമാണ് നടക്കുക. ക്യാമ്പ് മെയ് 18 സമാപിക്കും. ബേപ്പൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മലയാള ഭാഷാ പഠനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ബാലവേദി കുട്ടികൾക്കുള്ള വർണ്ണക്കൂടാരം പരിപാടിയുടെ ഭാഗമായി വായനക്കളരി ക്യാമ്പ് ആരംഭിച്ചു. മെയ് 4 മുതൽ 18 വരെയാണ് ക്യാമ്പ് നടക്കുക. വ്യത്യസ്ത വിഷയങ്ങളിൽ ക്ലാസും പഠന പ്രവർത്തനങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. My മനസ്സിൻ
കോർപ്പറേഷൻ കൗൺസിലർ എം ഗിരിജ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലവേദി റിസോഴ്സ് പേഴ്സൺ മോഹൻദാസ് കരംചന്ദ് മലയാള ഭാഷാ ഗാനങ്ങൾ എന്ന വിഷയത്തിൽ പഠന പ്രവർത്തനങ്ങൾ നടത്തി. ചുറ്റും നന്മകൾ പൂക്കേണം, കണ്ണുണ്ടായാൽ പലതും കാണാം, കാതുണ്ടായാൽ പലതും കേൾക്കാം. ലൈബ്രറി ബാലവേദി കോർഡിനേറ്റർ പി ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പി എൻ പ്രേമരാജ്, പി വിജയകൃഷ്ണൻ, പി പി ഉമ്മർ, പി എൻ പ്രകാശൻ, കരുവള്ളി ശശി, എം ജി ശശികുമാർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കണ്ണംപറമ്പത്ത് കുടുംബവേദി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. മഹല്ല് മുത്തവല്ലി വി എം റസാഖ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കായിക മത്സരങ്ങളും നടന്നു. മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കണ്ണംപറമ്പത്ത് കുടുംബവേദി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. മഹല്ല് മുത്തവല്ലി വി എം റസാഖ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു. വളരട്ടെ മക്കൾ നന്മയിലൂടെ എന്ന വിഷയത്തിൽ മോട്ടിവേഷൻ ട്രെയിനർ ഡോക്ടർ ഫർഹാൻ നൌഷാദ് ക്ലാസ് എടുത്തു. മികച്ച വിദ്യാർത്ഥികൾക്കായി യൂത്ത് വിംഗ് ഏർപ്പെടുത്തിയ മൊമന്റോ ഭാരവാഹികളായ ലത്തീഫ്, അലി എന്നിവർ ചേർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും നടന്നു. കുടുംബവേദി പ്രസിഡന്റ് കെ സൈദലവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ മജീദ്, അബൂബക്കർ മാസ്റ്റർ NC, കെ ബഷീർ, കെ ഷാഹുൽ ഹമീദ്, മുഹമ്മദ് അലി, ഹംസക്കോയ NC, മുഹമ്മദ് അലി കല്ലട, വനിതാ വിംഗ് ഭാരവാഹികളായ മൈമൂന, ഹാജറ, റംല തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഫൈസൽ സ്വാഗതവും ട്രഷറർ ബാവ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നെല്ലിക്കോട് ഉദയം റെസിഡൻസ് അസോസിയേഷൻ 17ാം വാർഷികം ആഘോഷിച്ചു. വ്യത്യസ്തമായ കലാമത്സരങ്ങളും കലാപ്രകടനങ്ങളും വേദിയിലെത്തി. അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നെല്ലിക്കോട് ഉദയം റെസിഡൻസ് അസോസിയേഷന്റെ 17ാം വാർഷികാഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനവും സമ്മാനദാനവും അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. ഓരോ പ്രദേശങ്ങളിലും വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, കലാകായിക മണ്ഡലങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനുകൾ നിർവഹിക്കുന്ന സേവനങ്ങൾ നിസ്തുലമാണ്. ഉദയം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിശ്വനാഥൻ KN റിപ്പോർട്ട് അവതരിപ്പിച്ചു. 23ാം വാർഡ് കൗൺസിലർ സുജാത കൂടത്തിങ്കൽ, ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ മനോജ് കുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. നിറപ്പകിട്ടാർന്ന കലാസായാഹ്നവും മത്സരങ്ങളുമാണ് അസോസിയേഷൻ ഒരുക്കിയത്. പ്രച്ഛന്നവേഷ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഹരിദാസ് പറക്കാട്ട്, ട്രഷറർ TP ബൈജു, ആഘോഷ കമ്മിറ്റി ചെയർമാൻ പ്രഭാകരൻ P തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ തൊഴിലാളികൾ. മെയ് 6 കോർപ്പറേഷൻ ഓഫീസ് ഉപരോധം. തെരുവ് നായ നിയന്ത്രണത്തിനായി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രാവർത്തികമാക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. കോർപ്പറേഷൻ അറിവ് ഗ്രന്ഥപുരയ്ക്ക് ദർശനം ലൈബ്രറി പുസ്തകങ്ങൾ കൈമാറി. നാലാമത് RK പട്ടശ്ശേരി പുരസ്കാരം ചിത്രകാരൻ ശ്രീകുമാർ മാവൂരിന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.